നമസ്കാരം. അക്ഷരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വർഷത്തെ നവരാത്രി വ്രതത്തെ പറ്റിയാണ്. ഇക്കൊല്ലം നവരാത്രി ആരംഭിക്കുന്നത് 3/10/2024 വ്യാഴാഴ്ച തുടങ്ങി 10/10/2024 വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് പൂജ വെച്ച് 11/10/2024 മഹാനവമി, 13/10/2024 ഞായറാഴ്ച വിജയദശമി ആഘോഷിക്കുന്നത്. നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിവസം മുതൽ 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. നവരാത്രിയിൽ ദുർഗാപൂജയും കന്യാപൂജയും നടത്തുന്നു. 2 മുതൽ 10 വയസ്സ് വരെയുള്ള ബാലികമാരെ ദിവസക്രമത്തിൽ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കുന്നു. 2 വയസ്സുള്ള കന്യകയെ ആദ്യ ദിവസം കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു. തുടർന്ന് ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്ന ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ച് ബാലികമാരെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു. നവരാത്രിയിൽ അമാവാസി മുതൽ വ്രതം ആരംഭിക്കണം. വ്രത ദിവസങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുകയോ ദേവീകീർത്തനങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്ത ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ. വ്രതാനുഷ്ഠാന വേളയിൽ അരിയാഹാരം 1 നേരം മാത്രമാക്കി ചുരുക്കണം. 1 നേരം പാൽ, ഫലവർഗ്ഗങ്ങൾ എന്നിവ മാത്രം മറ്റു നേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം. എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്താൻ ആകുമെങ്കിൽ വളരെ ഉത്തമമാണ്. എല്ലാ കർമ്മങ്ങളും ദേവീസ്മരണയോടെ ആകണം. 9 ദിവസങ്ങളിലായി 9 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കേണ്ടത്. ആദ്യത്തെ 3 ദിവസം പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനം 3 ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു. കേരളത്തിൽ ഒടുവിലത്തെ 3 ദിവസമാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ ആളുകളും അഷ്ടമി, നവമി, ദശമി എന്നീ 3 ദിവസങ്ങളിൽ മാത്രം വ്രതമനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട്. അഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കേണ്ടത്. നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ്. വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമാണ്. 9 ദിവസങ്ങൾ തുടർച്ചയായ വ്രതമനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് അവസാന 3 ദിവസം മാത്രമായും വ്രതമനുഷ്ഠിക്കാം. ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ വ്രത ദിവസങ്ങളിലും ദുർഗാ ഭഗവതിയുടെ ഈ ധ്യാന ശ്ലോകം ഭക്തിപൂർവം ജപിക്കാം. സർവദുഃഖ ദാരിദ്ര്യശമനം, വിദ്യാഗുണം, ആഗ്രഹസാധ്യം, ശത്രുദോഷ നിവാരണം, ധനലാഭം, കുടുംബൈശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിൻ്റെ പൂജയുടെയും ഫലശ്രുതി. ദേവിയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഓരോ ദിവസവും ദേവിയെ ഓരോ വ്യത്യസ്ത മന്ത്രം കൊണ്ട് ആരാധിക്കുന്നു. 1-ാം ദിവസം നവരാത്രിയുടെ 1-ാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതീ ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. പൂർവജന്മങ്ങളിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവൻ്റെ അർത്ഥാംഗിനിയായി ശൂലവും താമരപ്പൂവും ധരിച്ച് മരുവുന്നു. നന്ദിയാണ് ദേവിയുടെ വാഹനം. സതി, ഭവാനി, പാർവതി, ഹൈമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്കുണ്ട്. ദേവിയുടെ ഈ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നവരാത്രിയുടെ 1-ാം ദിവസത്തിൽ ദേവിയെ പൂജിക്കേണ്ടതാണ്. നവരാത്രിയുടെ 2-ാം ദിവസം ബ്രഹ്മചാരിണി സങ്കല്പത്തിലാണ് ദേവിയെ പൂജിക്കേണ്ടത്.
ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നും അർത്ഥമുണ്ട്. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. കയ്യിൽ ജപമാലയും കമണ്ഡലുവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. ഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ടായി. രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ മൂന്നാം ദിവസം, നവരാത്രിയുടെ മൂന്നാം ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവീഭാവം ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഘണ്ഠാരൂപിണിയായ ദേവീ സങ്കല്പത്തിനാധാരം. സ്വർണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു. സിംഹവാഹനസ്ഥയായ ദേവിയുടെ മണിനാദം കേട്ടാൽ തന്നെ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടജനങ്ങൾക്ക് ശാന്തിയും ലഭിക്കും. യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവമാണ് മൂന്നാം നവരാത്രിയിലേത്. ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം, കാര്യസിദ്ധി, ഐശ്വര്യം എന്നിവ കരഗതമാകുന്നതാണ്. നവരാത്രിയുടെ 4-ാം ദിവസം, നവദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രിയുടെ 4-ാമത്തെ ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവീ സ്വരൂപം കൂഷ്മണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദ്യ സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ. ആ സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് തിളങ്ങി. മഹാതേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു. ദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രി വ്രതാനുഷ്ഠാനത്തിൻ്റെ 5-ാം ദിവസത്തിൽ ദേവിയെ 5-ാമത്തെ ഭാവമായ സ്കന്ദമാതാവായാണ് സങ്കല്പ പൂജ ചെയ്യേണ്ടത്. ജഗന്മാതാവായ ദേവിയുടെ മടിത്തട്ടിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമരുളുന്നു. സ്കന്ദമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജയാണ്. 2 കൈകളിലും താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. സത്യത്തിൽ സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു. സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ദമാത ആരാധന ഫലപ്രദമാകുന്നു. നവരാത്രിയുടെ 6-ാമത്തെ ദിവസത്തിൽ ദേവിയെ ആരാധിക്കേണ്ട സ്വരൂപം കാത്യായനിയുടേതാണ്. കാത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്ത് ദേവി തൻ്റെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിച്ച് മഹർഷിയുടെ ഗൃഹത്തിൽ അവതാരം ചെയ്തു. അതിനുശേഷം മഹിഷാസുരനെ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരുളി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ചതുർഭുജയായ ദേവി പുഷ്പവും വാളും ഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹാശിസ്സുകളേകി വരുന്നു. നവരാത്രി വ്രതം 7-ാം ദിവസം. നവദുർഗാഭാവങ്ങളിൽ ഈ രൂപമാണ് ഏറ്റവും ഭയാനകം. ദേവി ശക്തിരൂപം പൂണ്ട് കാളരാത്രിയായി ശോഭിക്കുന്നു. ദേവിയുടെ ഈ രൂപം ശരീരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യം പരിഹരിച്ച് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വഴിതെളിക്കുന്നു. കറുത്ത നിറവും ചിന്നിച്ചിതറിയ മുടിയും തൃക്കണ്ണുകളിൽ നിന്നും പ്രവഹിക്കുന്ന അഗ്നിയും ആരെയും ഭയപ്പെടുത്തുന്നു. ബ്രഹ്മാണ്ടത്തെ ഭസ്മമാക്കാൻ പോലും ആ ജ്വാലകൾക്ക് ശക്തിയുണ്ട്. കഴുതയാണ് വാഹനം. വരദമുദ്രയും അഭയമുദ്രയും വാളും മറ്റും ധരിച്ച്
ചതുർഭുജയായി ശുഭങ്കരി എന്ന പേരിൽ അറിയപ്പെടുന്നു. നവരാത്രി 8-ാം ദിവസം. നവരാത്രി വ്രതത്തിൻ്റെ 8ാമത്തെ ദിനത്തിൽ ദേവീഭാവം മഹാഗൗരിയാണ്. ദേവി ശാന്തസ്വരൂപിണിയും ശുഭ്രവർണ്ണ സ്വരൂപിണിയുമാണ്. പരമശിവനെ ആഗ്രഹിച്ച് കഠിന തപസ് ചെയ്ത് ദേവിയുടെ ശരീരം കറുത്തു, സൗന്ദര്യം നശിച്ചു. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ശിവന് കഴിഞ്ഞില്ല. ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ ഗംഗാസ്നാനം കഴിപ്പിച്ച് ശുഭ്രവർണ്ണയാക്കി തീർത്തു. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായി. വെള്ളക്കാളയുടെ പുറത്ത് കയറി ദേവി സർവർക്കും ദർശനം നൽകി. ചതുർഭുജങ്ങൾ, ത്രിശൂലം, അഭയമുദ്ര, ഢമരു, വരദമുദ്ര എന്നിവ ധരിച്ച് ഭക്തന്മാർക്ക് ദർശനപുണ്യം നൽകി പരിലസിക്കുന്നു. നവരാത്രിയുടെ 9-ാം ദിവസം. നവരാത്രിയുടെ 9-ാം ദിവസം ആരാധിക്കേണ്ടത് സിദ്ധിദാത്രി രൂപമാണ്. അന്ന് ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുന്നു. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, ഈശിത്വം, വശ്യത്വം എന്നീ അഷ്ടസിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം. ചതുർഭുജങ്ങൾ, ഗദ, ചക്രങ്ങളും ശംഖും താമരയും ധരിച്ച് ദേവി സർവാഭീഷ്ടവരദായിനിയായി ദേവി പരിലസിക്കുന്നു. നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിവസവും ദേവിയെ സ്തുതിക്കേണ്ട മന്ത്രങ്ങൾ മറ്റൊരു വീഡിയോയായി ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യേണ്ടതാണ്.